ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യലായിട്ട് കത്തിരിക്ക ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു വലിയ കത്തിരിക്ക എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വട്ടത്തിനരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടലമാവ്, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇങ്ങനെ നന്നായി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം വട്ടത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന കത്തിരിക്ക ഇത്തിരി കട്ടിക്ക് വട്ടത്തിന് അരിഞ്ഞു വയ്ക്കണേ. അത് ഈ കടലമാവ് മിക്സുമായിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കണം. ഞാൻ കത്തിരിക്ക ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എല്ലാത്തിലും കടലമാവ് മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് എടുത്താൽ ആ ഉപ്പൊക്കെ നല്ലതുപോലെ കത്തിരിക്കയിൽ പിടിക്കുകയുള്ളൂ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന കത്തിരിക്ക ഓരോന്നായിട്ട് പറക്കി എണ്ണയിലേക്ക് വയ്ക്കാവുന്നതാണ്. ഇവിടെ 4 കത്തിരിക്ക ഞാൻ ഫസ്റ്റ് പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. ഈ ഒരു സൈഡ് നല്ലതുപോലെ പൊരിഞ്ഞു വരണം. പൊരിച്ചു വന്നതിന് ശേഷം അടുത്ത സൈഡ് മറിച്ചിട്ട് അവിടെ നന്നായി മൊരിച്ചെടുക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ അവതരണത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. ഈ സൈഡ് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് മറിച്ചിട്ട് അവിടെയും നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ എല്ലാ കത്തിരിക്കയും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കടലമാവിട്ട് പൊരിക്കുമ്പോഴത്തേക്ക് ഇത് നല്ല ഫ്രൈ ആയി വരികയും ചെയ്യും. ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ഇവിടെ ഞാൻ എല്ലാ കത്തിരിക്കയും നന്നായി പൊരിച്ച് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കത്തിരിക്ക ഫ്രൈ തയ്യാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി കമൻറ്റുകൾ അറിയിക്കുക. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.